കേരളവും ഇന്ത്യയും പോലെയല്ല. വിദേശത്ത് പോയാൽ, പ്രത്യേകിച്ച് സായിപ്പിന്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളെല്ലാം സേഫാണ്. ഏത് പാതിരാത്രിയും അവിടെയൊക്കെ ഇറങ്ങി നടക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സായിപ്പ് ഫാൻസുകാരുടെ ക്ലാസ് എടുപ്പ്. അങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് ജർമ്മനിയിലെ ബെർലിനിൽ താമസിക്കുന്ന റിറ്റി തോമസ് എന്ന പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവത്തിന്റെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാണ്. വിദേശത്തേക്ക് പോകുന്ന പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്റെ ജീവൻ വരെ അപകടത്തിലായി പോയ ഒരു അവസ്ഥയെക്കുറിച്ച് അവർ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാക്കപ്പെടുന്നത്. മലയാളിയായിട്ടുള്ള റിറ്റിക്കുണ്ടായ ദുരനുഭവം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഞാൻ ട്രാക്കിൽ വീഴുന്നു. അത്രയും ബാഡായിട്ടൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. ഇപ്പോൾ സമയം രാവിലെ 4:30, ഞാൻ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ എനിക്ക് വളരെ ബാഡായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ അത് ഷെയർ ചെയ്യണം. ഞാൻ താമസിക്കുന്ന ബെർലിനാണ്. ബെർലിൻ ഇസ് വെരി ഫേമസ് ഫോർ ഹോംലെസ് പീപ്പിൾ ഡ്രഗ്സ്. ഞാൻ എപ്പോഴും ബെർലിനിൽ ഹോപ്റ്റ് ബാനോഫിലും അല്ലെങ്കിൽ ബെർലിൻ നിയർ ബൈ സ്റ്റോപ്പുകളിലൊക്കെ കുട്ടികൾ ആദ്യമായിട്ട് വരുമ്പോൾ പേടിച്ച് ഹോംലെസ്സിനെ കണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ അവരോട് പോയി സംസാരിക്കാറുണ്ട്, പേടിക്കേണ്ട, ഇവരൊന്നും ചെയ്യില്ല എന്ന്. പക്ഷേ ആദ്യമായിട്ട് എനിക്ക് വളരെ മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഒരു ലേഡി, ഷീ ഈസ് ലുക്കിംഗ് സോ നൈസ് ആണ്, എന്താണെന്നറിയില്ല, ആൻഡ് ഷീ ട്രൈ ടു ടോക്ക് വിത്ത് മീ. അപ്പോഴേ എനിക്ക് തോന്നി ഇത് ശരിയല്ല എന്ന് തോന്നി. ഷീ ടച്ച് മൈ ഫേസ്. ലൈക്ക് ഞാൻ പേടിച്ച് വിറച്ചു എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ടച്ച് ചെയ്തു. ആൻഡ് ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഞാൻ ചാടി എണീച്ച് ഞാൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ എൻ്റെ പുറകെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കൈ ഭയങ്കരമായിട്ട് വീശി. ഞാൻ വിചാരിച്ചു ഞാൻ ട്രാക്കിൽ വീഴുന്നു. അതിൽ ഞാൻ ഓടി 2 ആൺപിള്ളേരുടെ അടുത്തോട്ട് ഞാൻ ചെന്നു. അവന്മാർക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ലൈക്ക് അവരെന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ പിടിച്ചിട്ട് പറഞ്ഞ് പേടിക്കേണ്ടെന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ കൈ വീശി എൻ്റെ അടുത്ത് വരുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഞാൻ ലിറ്ററലി ഞാൻ ഷിവർ ചെയ്യായിരുന്നു. എനിക്കൊന്നും ജർമ്മനി വന്നിട്ട് ആദ്യമായിട്ട് തന്നെ ഇങ്ങനത്തെ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. കുട്ടികൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഒരു സിറ്റുവേഷൻ ഉണ്ടായ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ആളുകൾ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ട് പോവുക, അവരുടെ അടുത്തോട്ട് പോയി നിൽക്കുക, ഒറ്റയ്ക്ക് മാറി നിൽക്കരുത്. എല്ലാ പെൺകുട്ടികളോടും ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വിദേശത്തേക്ക് ലക്ഷങ്ങൾ മുടക്കി വലിയ സ്വപ്നങ്ങളും പേറി പോകുന്നതാണ് പെൺകുട്ടികൾ ഉൾപ്പെടെ. പലരും ജോലി തേടി പോകുമ്പോൾ തന്നെ ഒറ്റയ്ക്കാണ് ആ നാട്ടിലേക്ക് എത്തുന്നത്. അവിടെ താമസവും അത്തരത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്നവരുമായിട്ട് റൂംമേറ്റ് ആയിട്ട് തുടരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ജർമ്മനി പോലെയുള്ള പ്രദേശങ്ങളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മറ്റ് പെൺകുട്ടികളെ ആക്രമിക്കുന്ന രീതിയുണ്ട്. ഒപ്പം തന്നെ ലഹരിക്ക് അടിമകളായിട്ടുള്ളവർ ഇത്തരം കുട്ടികളെയെല്ലാം വല്ലാതെ ആക്രമിക്കുന്ന രീതി തുടരുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ്. റേസിസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ നേരിടുന്നുണ്ട് എന്ന ആക്ഷേപം ഉയരുമ്പോൾ ഇങ്ങനെ ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിലുള്ള ചില അക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഭാഗ്യം കൊണ്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഓടിയെത്തിയത് കൊണ്ട് മറ്റൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞു എന്നും റിറ്റി പറയുന്നുണ്ട്. വിദേശത്തേക്ക് സേഫ് ആണ് എന്ന നിലയിലൊക്കെ മക്കളെ അയക്കുന്നവർ ഇത്തരം വീഡിയോകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ സുരക്ഷയാണ്, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ വിശ്വസിക്കുന്നിടത്ത് അത്തരത്തിലല്ല. സ്ത്രീകൾ ഉൾപ്പെടുന്ന ലഹരി അടിമകളായിട്ടുള്ളവർ സ്ത്രീകളെ തന്നെ ആക്രമിക്കുന്ന സംഭവവികാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവരുടെ രാജ്യത്തു നിന്നല്ല, പുറത്തുനിന്ന് വന്നവരാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് ചില ക്രൂരമായ അനുഭവങ്ങളാണെന്ന് ആ വീഡിയോ തെളിയിക്കുകയാണ്.